ഞങ്ങളെ വ്യാപാര അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് റിപ്പീറ്റിംഗ് ഇൻവോയ്സ് സെറ്റ് ചെയ്യുക എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരൊറ്റ പ്രാവശ്യം ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീക്ക്ലി, മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ഇയർലി ഒക്കെ ഓട്ടോമാറ്റിക് തന്നെ ഇൻവോയ്സ് ജനറേറ്റ് ആവും. നിങ്ങളെ ബിസിനസ് ഒരു റെന്റൽ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ റൂമിന്റെ വാടക ഓരോ മാസവും ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ കസ്റ്റമർക്ക് വാട്സപ്പിലൊക്കെ സെൻഡ് ആവും. അത് എങ്ങനെയെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളെ വ്യാപാര അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിന്റെ ഫ്രീ ഡെസ്ക്ടോപ്പ് ഡെമോ 7 ദിവസം ഇതുവരെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങളെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 7 ദിവസത്തെ ഫ്രീ ഡെമോ ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. 7 ദിവസത്തെ ഫ്രീ ഡെമോ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മുഖാന്തരം പേയ്മെന്റ് കൊടുത്ത് ഡെസ്ക്ടോപ്പ് ലൈസൻസ് ID ഒക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ 3 മാസം വരെ എക്സ്ട്രാ വാലിഡിറ്റി, 60% ഡിസ്കൗണ്ട്, ഞങ്ങളെ മലയാളം അഡീഷണൽ ലോക്കൽ ടെക്നിക്കൽ സപ്പോർട്ട് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവും. കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വ്യാപാര അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനിൽ റിപ്പീറ്റിംഗ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വ്യാപാര അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഡെസ്ക്ടോപ്പിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഹോം പേജ് വരും. ഈ ഒരു ഹോം പേജിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പനി സിങ്ക് ആൻഡ് ഷെയർ ഓൺ ആക്കിണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് സിങ്ക് ആൻഡ് ഷെയർ എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യുക. ഈ സിങ്ക് ആൻഡ് ഷെയർ എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്ത് സിങ്ക് ആൻഡ് ഷെയർ എന്ത് ചെയ്യണം? ഇനേബിൾ ചെയ്യണം. ഇനേബിൾ ചെയ്യാൻ വേണ്ടി ഞാൻ ഇനേബിൾ സിങ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സിങ്ക് ആൻഡ് ഷെയർ ഡെസ്ക്ടോപ്പിൽ ഓൺ ആയി കഴിഞ്ഞാൽ ഇതുപോലെ ബ്ലൂവില് റൗണ്ടില് ആരോ കാണാൻ പറ്റും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സിങ്ക് ആൻഡ് ഷെയർ ഓൺ ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കുക. അതിന്റെ ശേഷം നേരെ ഹോമിൽ വരിക. സിങ്ക് ആൻഡ് ഷെയർ ഓൺ ആക്കി കഴിഞ്ഞാലാണ് റിപ്പീറ്റിംഗ് ഇൻവോയ്സിന്റെ ആ ഒരു സെറ്റിംഗ്സ് നമുക്ക് ആക്റ്റീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സിങ്ക് ആൻഡ് ഷെയർ ഓൺ ആക്കിയത്. ഇതേപോലെ നിങ്ങളും സിങ്ക് ആൻഡ് ഷെയർ ഓൺ ആക്കിയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതിന്റെ ശേഷം ലെഫ്റ്റ് സൈഡിൽ തന്നെ സെറ്റിംഗ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ സെറ്റിംഗ്സ് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ട്രാൻസാക്ഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ട്രാൻസാക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴെ ഭാഗത്തായിട്ട് റിപ്പീറ്റ് ഇൻവോയ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ ടിക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ടിക്ക് ഇട്ടെടുത്ത് കഴിഞ്ഞാൽ മേ ബി ലേറ്റർ ക്രിയേറ്റ് റിപ്പീറ്റ് ഇൻവോയ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ഇവിടെ ക്രിയേറ്റ് റിപ്പീറ്റ് ഇൻവോയ്സ് എന്നുള്ളവിടെ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെയിൽസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്ക്രീൻ വരും. ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾ കസ്റ്റമറെ പേര് കൊടുക്കുക. ഞാനിവിടെ കസ്റ്റമറെ പേര് ആഡ് പാർട്ടി എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്താണ്ട് ജസ്റ്റ് കസ്റ്റമറെ ഒരു പേര് കൊടുക്കുകയാണ്. കസ്റ്റമറെ പേര് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അർജുൻ എന്നുള്ള ഒരു കസ്റ്റമറെ പേര് ടൈപ്പ് ചെയ്ത് പിന്നീട് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അങ്ങനെ ഞാൻ അർജുൻ എന്ന ഈ ഒരു പാർട്ടിനെ സേവ് ചെയ്ത് അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അർജുൻ എന്ന ആ പാർട്ടിന്റെ പേര് ഇവിടെ ഓട്ടോമാറ്റിക് തന്നെ വന്നിട്ടുണ്ടാവും. അതിന്റെ ശേഷം നമ്മളിവിടെ ഐറ്റം സെലക്ട് ചെയ്യുന്നതിന്റെ മുന്നായിട്ട് റൈറ്റ് സൈഡിൽ മുകൾ ഭാഗത്ത് ഒരു ഓപ്ഷൻ ഓൺ ആയിട്ടുണ്ടാവും. നവർ എന്ന് പറഞ്ഞിട്ട് കാണാം. റിപ്പീറ്റിംഗ് ഇൻവോയ്സ് നവർ എന്നുള്ള ഈ ഒരു ഓപ്ഷന്റെ നേരെ ഒരു ആരോ കാണും. ഈ ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി, ഇയർലി എന്നുള്ള 4 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു 4 ഓപ്ഷനിൽ നിങ്ങൾക്ക് ഏതാണോ വെച്ചാൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ മന്ത്ലി സെലക്ട് ചെയ്യാണ്. അങ്ങനെ മന്ത്ലി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മാസം ചെയ്യണം എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് 1, 2, 3, 4 മാസം വെച്ചാൽ 4 മാസം നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന്റെ ശേഷം ഇവിടെ ഡേ ചോദിക്കുന്നുണ്ട്. ഏത് ഡേയിലാണ് ബില്ലാവേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ഡേ വെച്ചാൽ ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ, അങ്ങനെ ഏത് ഡേ വെച്ചാൽ ആ ഒരു ഡേ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന്റെ ശേഷം സ്റ്റാർട്ട് ചെയ്യേണ്ട ഡേറ്റും ഇവിടെ മെൻഷൻ ചെയ്യുക. എൻഡ് അതായത് നിർത്തേണ്ട ഡേറ്റും ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഇവിടെ കൊടുക്കുക, എൻഡ് ആവേണ്ട ഡേറ്റ് ഇവിടെ കൊടുക്കുക, എത്ര മാസം ഇത് റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ 1 വന്നിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് 10, 15 എത്ര വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന്റെ ശേഷം സേവ് എന്നുള്ള അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എവറി മന്ത് ഓൺ ഫസ്റ്റ്, എല്ലാ മാസവും ഫസ്റ്റ് തന്നെ ഇൻവോയ്സ് ക്രിയേറ്റ് ആവണം എന്നുള്ള രീതിയിൽ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതിന്റെ ശേഷം നിങ്ങൾ ഐറ്റം ഇവിടെ സെലക്ട് ചെയ്യുക. എന്താ റെന്റ് ആണെങ്കിൽ റെന്റ്, എന്തെങ്കിലും കൺസൾട്ടിങ് ഫീ ആണെങ്കിൽ ആ ഒരു ഫീ നിങ്ങൾ ഐറ്റം ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ക്വാണ്ടിറ്റി കൊടുത്തിട്ട് എമൗണ്ട് കൊടുത്തിട്ട് ഈ ഒരു
സെയിൽസ് ഇൻവോയ്സ് സേവ് ചെയ്യാണ് വേണ്ടി. സേവ് ചെയ്യുന്നതിന്റെ മുന്നേ നിങ്ങൾ ഐറ്റം സെലക്ട് ചെയ്യുക. ഞാനിവിടെ റൂം റെന്റ് ആണ് ഐറ്റം ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ ശേഷം ക്വാണ്ടിറ്റി കൊടുത്ത് അതിന്റെ ശേഷം ഒരു മാസത്തെ റെന്റും കൊടുത്ത് അങ്ങനെ കൊടുത്തതിന്റെ ശേഷം നിങ്ങൾ സേവ് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ സേവ് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻവോയ്സ് ക്രിയേറ്റ് ആവും. ഓട്ടോമാറ്റിക് തന്നെ ട്രാൻസാക്ഷൻ മെസ്സേജ് ഒക്കെ നിങ്ങളുടെ കസ്റ്റമർക്ക് പോകും. അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ ഷെയർ ആവും. വാട്സപ്പൊക്കെ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തതിന്റെ ശേഷം ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലോസ് ചെയ്യുക. സേവ് ആൻഡ് ക്ലോസ് എന്നുള്ളവിടെ ക്ലോസ് ചെയ്യുക. അതിന്റെ ശേഷം സെയിൽസ് ഇൻവോയ്സ് ഒന്ന് എടുത്തു നോക്കാം. സെയിൽസ് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓൾ സെയിൽസ് ഇൻവോയ്സ് ഇവിടെ കാണാൻ പറ്റും. അവിടെ ഒന്നാമത്തെ ഇൻവോയ്സ് അർജുൻ എന്ന ആളെ പേരിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് റിപ്പീറ്റിംഗ് ഇൻവോയ്സ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഓൺ ആയി കിടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഐക്കൺ വരുന്നത്. ഇവിടെ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിപ്പീറ്റിംഗ് ഇൻവോയ്സ് എന്നുള്ളവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിപ്പീറ്റിംഗ് ഇൻവോയ്സ് ഓൺ ആവും. ഈ ഒരു റിപ്പീറ്റിംഗ് ഇൻവോയ്സ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ മന്ത്ലി എന്നുള്ള സെലക്ട് ചെയ്താണ്ട് സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ പൾസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ പൾസ് എന്നുള്ളവിടെ ഒന്ന് ഓൺ ആക്കുക. അങ്ങനെ ഓൺ ആക്കി കഴിഞ്ഞാൽ പൾസ് എന്നുള്ളവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്താൽ സേവ് എന്നുള്ള ഓപ്ഷൻ വരും. നമ്മൾ ഈ റിപ്പീറ്റ് ഇൻവോയ്സ് ഒക്കെ ഓൺ ആക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. ആ റിപ്പീറ്റിംഗ് ഇൻവോയ്സ് നമുക്ക് ഇനി സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്തിട്ടുള്ള റിപ്പീറ്റിംഗ് ഇൻവോയ്സ് ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്തതിന്റെ ശേഷം ഈ മന്തിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിന്റെ ശേഷം ഇവിടെ പൾസ് എന്നുള്ളവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ വീണ്ടും കാണിക്കുകയാണ് നിങ്ങളെ ശ്രദ്ധയിൽ ഒന്നും കൂടെ കൂടുതൽ വരാൻ വേണ്ടിയിട്ട്. അവിടെ നമുക്ക് പൾസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതായത് റിപ്പീറ്റിംഗ് ഇൻവോയ്സ് ഞങ്ങൾ നിർത്തലാക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. അതിന്റെ ശേഷം ആ ഒരു ഡേറ്റും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യുക. ഏത് ഡേറ്റ് മുതലാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് വെച്ചാൽ എന്നിട്ട് സേവ് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ ഒരു സേവ് എന്നുള്ളടത്തൂടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റിപ്പീറ്റിംഗ് ഇൻവോയ്സ് പൾസ് ആയി കിടക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഞങ്ങളെ വ്യാപാർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ റിപ്പീറ്റിംഗ് ഇൻവോയ്സ് സെറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ വാട്സ്ആപ്പ് നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക.